ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിലെ കുറച്ച് ഫ്രീ ആഡിൻസ് ആണ്. അതായത് എക്സലിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതുണ്ട്. അതായത് നമ്മുടെ വർക്കിന് വേണ്ടിയിട്ട്, വർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ പറയാൻ പോകുന്നത് ഓട്ടോമാറ്റിക് ഡേറ്റ് പിക്കറിനെ പറ്റിയിട്ടാണ്. ഓട്ടോമാറ്റിക് ഡേറ്റ് പിക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളിപ്പോൾ നമുക്കൊരു ഓഫീസിൽ നമ്മളൊരു HR ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാവുമ്പോൾ അയാൾക്ക് എംപ്ലോയി ഡീറ്റെയിൽസ് എഴുതേണ്ടി വരും. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ജോയിനിങ് നമ്മുടെ ഡോക്യുമെൻ്റ് ആക്കിയിട്ട് സൂക്ഷിക്കേണ്ടി വരും അല്ലേ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണ് ഡേറ്റൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ എക്സൽ ഷീറ്റിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടായിരിക്കും ഡേറ്റ് ഇടുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടൊരു സിംഗിൾ ക്ലിക്ക് കൊണ്ട് എങ്ങനെയാണ് ഡേറ്റ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആഡിൻസ് കൂടി നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്രീ ആഡിൻസ് യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഡേറ്റ് പിക്കറാണ്. അത് ഞാനിവിടെ കാണിച്ചു തരാം. അതായത് ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്കറിയാം, ഈ ഡാറ്റയാണ് എൻ്റെ കയ്യിലുള്ളത്. സീരിയൽ നമ്പർ, നെയിം ആൻഡ് DOJ, അതായത് ഡേറ്റ് ഓഫ് ജോയിനിങ്. ഇതിപ്പോൾ ഞാൻ ഓരോരുത്തർക്കും, അതായത് ബ്രൂസിന്, ജേക്കബിന്, ആർക്കായാലും ശരി, ഞാൻ ഓരോരുത്തരും ജോയിൻ ചെയ്ത ഡേറ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടാണ് യൂഷ്വലി ചേർക്കുക അല്ലേ. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഡേറ്റ് പിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രീ ആഡിൻസ് അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എവിടെ നിന്നാണ് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസേർട്ട് ടാബിൻ്റെ അണ്ടറിലാണ് അത് വരുന്നത്. ഓക്കെ, ഇൻസേർട്ട് ടാബിൻ്റെ അണ്ടറിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഗെറ്റ് ആഡിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം അല്ലേ. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഫീസ് ആഡിൻസ് എന്ന് പറഞ്ഞിട്ട്, അതായത് സ്റ്റോറിലാണ് ഇത് പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം വിക്കിപീഡിയ, സ്ക്രിപ്റ്റ് ലാബ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ് പിക്കറാണ്. ജസ്റ്റ് ഞാനൊന്ന് ഡേറ്റ് പിക്കർ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാൻ പോവാണ്. സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഉണ്ട് മിനി കാലണ്ടർ ആൻഡ് ഡേറ്റ് പിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കാണാം ആഡ് എ മിനി മന്ത്ലി കലണ്ടർ ടു യുവർ സ്പ്രെഡ്ഷീറ്റ് ആൻഡ് യൂസ് ഇറ്റ് ടു ഇൻസേർട്ട് ഡേറ്റ്സ് ഫോർ ദ ഡേറ്റ്സ് ഓർ ദ കറണ്ട് ടൈം. ഓക്കെ, ഞാൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഇവിടെ ഒരു പ്രൈവസി പോളിസി, ലൈസൻസ് ടേംസ് ഒക്കെ വരുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിനി കലണ്ടർ ഇവിടെ ആഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ മിനി കലണ്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ മന്ത് ഉണ്ട്, ഇവിടെ ഇയർ ഉണ്ട്, അതുപോലെ തന്നെ ഡേയ്സ് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട് അല്ലേ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ കലണ്ടറിൽ നമുക്ക് കാണാം. കൂടാതെ നമുക്ക് താഴെ ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. അതായത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കേഴ്സർ കൊണ്ടുപോയാൽ കാണാം ടോഗിൾ കലണ്ടർ സൈസ്. കലണ്ടർ സൈസിനെ നമുക്ക് ചെറുതാക്കാം, അതുപോലെ തന്നെ വലുതും ആക്കാം. ഇങ്ങനെ ഉള്ള ഒരു മെത്തേഡിലേക്ക് പോകാം. അതല്ലാതെ നമുക്ക് ഇങ്ങനെ കേഴ്സർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട്, അതുപോലെ തന്നെ ഇതിനെ നമുക്ക് എവിടെ കൊണ്ടുപോയിട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിൽ ഡേറ്റ് ഇടാൻ നോക്കാം. നമുക്ക് ഒരുപാട് പേരുണ്ടെന്ന് വിചാരിക്കുക, എംപ്ലോയീസ് ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ജോയിൻ ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ അവരുടെ വേറെ എന്തെങ്കിലും കാര്യത്തിന്, അതായത് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്ത ഒരു ഡേറ്റ് വേണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മളിങ്ങനെ ഡേറ്റ്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് മാനുവലി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് ജസ്റ്റ് ഒരു സിംഗിൾ ക്ലിക്കിൽ കണ്ടോ, ഇപ്പോൾ ജൂൺ മന്താണ്, ഡേറ്റ് ഉണ്ട്, ഡേറ്റ് 7 ആണ്. അതുപോലെ തന്നെ എന്താണ്, ഇയറും വന്നു കഴിഞ്ഞു. അതായത് ഒരു സിംഗിൾ ക്ലിക്ക് കൊണ്ട്, അതായത് ഡേറ്റ് മാത്രമേ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് ഇയറും മന്തും എല്ലാം ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു സിംഗിൾ ക്ലിക്ക് കൊണ്ട് നമുക്ക് എന്താണ്, നമുക്ക് വേണ്ടുന്ന ഡേറ്റും ഇയറും മന്തും ഒക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കറണ്ട് ടൈം വരെ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സെല്ലിലാണ് എനിക്കിപ്പോൾ ഉള്ള ടൈം വേണ്ടതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ക്ലോക്കിൻ്റെ ഈ സിമ്പിൾ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 8:18 AM ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കറണ്ട് ടൈമും ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇതിപ്പോൾ വേണ്ട എന്ന് വിചാരിക്കുക, നമുക്ക് നമ്മുടെ എല്ലാ വർക്കുകളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു കലണ്ടർ ഇവിടെ വേണ്ട എന്നാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഈ ഒരു റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് പോയിക്കോളും. വീണ്ടും ഈ കലണ്ടർ വേണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എടുക്കുക?
ഇനി നിങ്ങൾ ഗെറ്റ് ആഡിൻസിലൊന്നും പോകണ്ട, മൈ ആഡിൻസ് എടുത്താൽ മതി. മൈ ആഡിൻസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്കുണ്ട് മിനി കലണ്ടർ ആൻഡ് ഡേറ്റ് പിക്കർ എന്നുള്ള ഓപ്ഷൻ. അതൊരു ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ നമ്മുടെ കലണ്ടർ ഇവിടെ വന്നോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റ് പിക്കർ യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അടുത്തതായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്ന ആഡിൻ എന്ന് പറയുന്നത് നമ്മുടെ വെബ് വീഡിയോ പ്ലെയർ ആണ്. അതായത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബിലുള്ള ഏത് വീഡിയോ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ലിങ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ അതായത് ഈ ഒരു എക്സലിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വെബ് വീഡിയോ പ്ലെയർ എന്ന് പറഞ്ഞിട്ടാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സെർച്ച് ചെയ്യാം. ഇതാണ് നമ്മുടെ വെബ് വീഡിയോ പ്ലെയർ എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ആഡ് യൂട്യൂബ് വീഡിയോസ് ടു യുവർ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഓർ എക്സൽ സ്പ്രെഡ്ഷീറ്റ്സ്. എവിടത്തേക്ക് വേണമെങ്കിലും, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എക്സൽ സ്പ്രെഡ്ഷീറ്റിലാണ്. ഇപ്പോൾ നിങ്ങളൊരു ട്യൂട്ടർ ആണെങ്കിൽ, നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ തന്നെ നിങ്ങളുടെ യൂട്യൂബിലുണ്ട്. അതല്ല വേറെ ആരെങ്കിലും വീഡിയോ വെച്ച് നിങ്ങൾക്കൊന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻറ്റേഷനിലേക്ക് യൂട്യൂബ് വീഡിയോ ഇൻസേർട്ട് ചെയ്യാൻ, അതായത് വീഡിയോ ആയിട്ട് തന്നെ, ലിങ്ക് ആയിട്ടല്ല, വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. കണ്ടിന്യൂ അടിക്കുന്നു. ഓക്കെ, നമുക്ക് ഏത് യൂട്യൂബിൻ്റെ ലിങ്കാണോ വേണ്ടത്, അതായത് യൂട്യൂബ് ഓർ വിമിയോ ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ആ URL നമ്മളൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു URL ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോൻ്റെ തന്നെ URL ആണ്. അതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി സെറ്റ് വീഡിയോ അടിക്കാൻ പോവുകയാണ്. എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. കണ്ടോ, നമ്മുടെ വീഡിയോ അത് വീഡിയോ ആയിട്ട് തന്നെ നമ്മുടെ എക്സൽ സ്പ്രെഡ്ഷീറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്തു അല്ലേ. ഇത് നിങ്ങൾക്ക് പവർ പോയിൻറ്റിലും ചെയ്യാവുന്നതാണ് ഈ ഒരു ആഡിൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാനുള്ള ഓപ്ഷനും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രസൻറ്റേഷൻ്റെ താഴെ ഇങ്ങനെയുള്ളൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ നമ്മുടെ പ്രസൻറ്റേഷൻ കാണുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. കണ്ടോ, ഇങ്ങനെ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ QR4Office എന്ന് പറയുന്ന ഒരു ഫ്രീ ആഡിൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഗെറ്റ് ആഡിൻസിലേക്ക് പോവാം. ദെൻ നമ്മൾ നേരത്തെ പോലെ സെർച്ച് ചെയ്യാം QR4Office. അപ്പോൾ ഇതാണ് നമ്മുടെ QR4Office എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻസ് നമ്മുടെ സൈറ്റിനോ അല്ല നമ്മുടെ ബ്ലോഗിനോ എന്തിനാണെങ്കിലും ശരി ഒരു QR കോഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ വാട്സപ്പിലൊക്കെ നമ്മൾ സിസ്റ്റത്തിലേക്ക് യൂസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിൽ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്കും എന്തെങ്കിലും സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും QR കോഡ് ജനറേറ്റ് ചെയ്യാം. അത് ഇതേപോലെ യൂസ് ചെയ്യുകയും ചെയ്യാം. ഇത് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലൈസൻസ് ടേംസൊക്കെ നമ്മൾ എഗ്രി ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഇതാണ് നമ്മുടെ QR4Office എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കോഡ് ജനറേറ്റ് ചെയ്യാം. അതുപോലെ അതായത് QR കോഡ് ജനറേറ്റ് ചെയ്യാം. നമുക്കത് നമ്മുടെ പേജിലേക്ക്, അതായത് നമ്മുടെ ഏതൊരു ഓഫീസ് ഡോക്യുമെൻ്റ് ആയാലും അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യാം. അതുപോലെ ഇവിടെ ഞാനിപ്പോൾ അടിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു ബ്ലോഗിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് HTTPയോ അതുപോലെ തന്നെ TPSോ അല്ലെങ്കിൽ മെയിൽ ടു എന്ന് പറഞ്ഞ ഓപ്ഷനോ SMS ടെലിഫോണോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇവിടെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു ബ്ലോഗിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിന് വേണ്ടിയിട്ടുള്ള QR കോഡ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഓൾറെഡി ജനറേറ്റ് ആയി. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കളറ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് അല്ല, വേറെ ഏതെങ്കിലും കളറാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം. ഇനി ഇൻസേർട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ആയിക്കോളും. കണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് എങ്ങോട്ടേക്ക് വേണമെങ്കിലും ഡ്രാഗ് ചെയ്യാനുള്ള
ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് അവിടെ വെക്കാം. അതിനുള്ള ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ എടുക്കുക. ഫോൺ എടുത്തിട്ട് ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സൈറ്റാണോ അഡ്രസ്സാണോ നമ്മളവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങോട്ടേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടേക്ക് പോയിക്കോളും. ഞാൻ എൻ്റെ ഫോണിൻ്റെ ക്യാമറ എടുത്തു, അത് സ്കാൻ ചെയ്തു. ദെൻ ടോപ്പ് അപ്പ് ടിപ്സിലേക്ക് പോകാൻ അത് ചോദിക്കുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ അല്ലേ? അപ്പോൾ ഇന്ന് ഇത്രയും ആഡിൻസ് ആണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. നിങ്ങൾക്ക് ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.